ഹായ് ഗൈസ്, വെൽക്കം. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. നല്ല മഴ പെയ്തപ്പോൾ നമുക്ക് തോന്നുകയാണ്, ഒരു കുടയുണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? ഇത്തരം കോണ്ടക്സ്റ്റുകളെ, തോന്നലുകളെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഇന്നു നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് ഐ ന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്പർ അറിയുമായിരുന്നെങ്കിൽ വിളിക്കുമായിരുന്നു, ഇല്ലേ? ഇത് അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയില്ലേ? ഇപ്പോൾ കാറില്ല, ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇങ്ങനെ പറയുന്നതിനുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഇഫ് എന്നതിനു പകരം ഇവിടെ നമ്മൾ വിഷ് ഉപയോഗിക്കുന്നു. വിഷ്. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ശരിക്കും ഇതിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുകയാണ്, ഖേദം പ്രകടിപ്പിക്കുകയാണ് നമ്മൾ. കാറുണ്ടായിരുന്നെങ്കിൽ, ഒരു കുടയുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മഴ നനയില്ലായിരുന്നു. അത്തരം കോണ്ടക്സ്റ്റുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതും. ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ വാക്കൊന്ന് മാറ്റി പ്രയോഗിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇഫ് ഐ ന്യൂ ഹിസ് നമ്പർ ഐ വുഡ് കോൾ ഹിം. എനിക്ക് വിളിക്കാമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ അതുപോലെ തന്നെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ കുറച്ചുകൂടെ ഒരു റിഗ്രറ്റ് ഫീലിങ്ങിൽ പറയുകയാണ്. അതല്ലെങ്കിൽ സെയിം ഫീലിങ്ങിലാണെങ്കിൽ പോലും വിഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതെങ്ങനെ പറയാം? ഐ വിഷ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ. ഐ വിഷ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ. അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്കറിയുമായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്, അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നൊക്കെ മലയാളീകരിക്കാം. ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, ഐ വിഷ് ഐ ന്യൂ ഹിസ് ഫോൺ നമ്പർ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്നെങ്ങനെയാണ് പറയുന്നത്? യെസ്, വിഷിനു ശേഷം നമ്മൾ പാസ്റ്റ് രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇഫ് പോലെ തന്നെ വിഷിനു ശേഷവും നമ്മൾ പാസ്റ്റ് രൂപമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് പ്രസൻ്റ് ആയിരിക്കാം ചിലപ്പോൾ. ഐ വിഷ് ഐ ഹാഡ് എ കാർ. ഐ വിഷ് ഐ ഹാഡ് എ കാർ. ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ എനിക്ക് കാറില്ല, ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹാഡ് എൻ അംബ്രല്ല. ഐ വിഷ് ഐ ഹാഡ് എൻ അംബ്രല്ല. ഒരു കുടയുണ്ടായിരുന്നെങ്കിൽ. കുട നേരത്തെ ഇല്ലാത്തതാണ്, ഇപ്പോഴും ഇല്ല. കുടയുണ്ടായിരുന്നെങ്കിൽ. ഐ വിഷ് ഐ ഹാഡ് എൻ അംബ്രല്ല. സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഐ വിഷ് ഐ ഹാവ് എൻ അംബ്രല്ല എന്നല്ല, ഓർ ഐ ഹാവ് എ കാർ എന്നല്ല. ഐ ഹാഡ് എൻ അംബ്രല്ല. ഐ വിഷ് ഐ ഹാഡ് എൻ അംബ്രല്ല. നല്ല മഴയാണ് ഇപ്പോഴൊക്കെ ഇവിടെ. ഇങ്ങനെ പതിവായി മഴ പെയ്യാതിരുന്നെങ്കിൽ എങ്ങനെ പറയും? ഇറ്റ് റെയിൻസ്. നല്ല മഴ പെയ്യുകയാണ് ഇവിടെ. പതിവായി ഇത്രയും മഴ പെയ്യാതിരുന്നെങ്കിൽ. ഇതിങ്ങനെ സ്ഥിരമായി ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പതിവായി സ്ഥിരമായി ഇങ്ങനെ മഴ പെയ്യാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ് ഓർ ധ്വനി. റൈറ്റ്? എങ്ങനെ പറയും? ഇറ്റ് റെയിൻസ് എ ലോട്ട് ഹിയർ. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഹിയർ. ഐ വിഷ് ഇറ്റ് ഡിഡ്ന്റ് റെയിൻ സോ ഓഫൻ. ഐ വിഷ് ഇറ്റ് ഡിഡ്ന്റ് റെയിൻ സോ ഓഫൻ. ഇങ്ങനെ പതിവായി മഴ പെയ്യാതിരുന്നെങ്കിൽ. ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. വിഷിനു ശേഷം നമ്മൾ എന്തുപയോഗിക്കുന്നു? പാസ്റ്റ് രൂപം ഉപയോഗിക്കുന്നു. We use the past tense after wish to say something that we regret. About it. Okay. ഒന്ന് രണ്ട് സെൻറ്റൻസ് കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. It is very crowded here. It is very crowded here. I wish there weren't so many people. I wish there weren't so many people. ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊരു ക്രൗഡഡാണ് ഇവിടെ, എന്തൊരു തിരക്കാണ്, ഒരുപാട് ആളുകളാണ് ഇവിടെ. ഐ വിഷ് there weren't
many people. ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട് എനിക്ക്, ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ഐ വിഷ് ഐ ഡിഡിൻ ഹാവ് ടു വർക്ക്. ഒരുപാട് ജോലികൾ ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യേണ്ടിയിരുന്നില്ലെങ്കിൽ. ഐ വിഷ് ഐ ഡിഡിൻ ഹാവ് ടു വർക്ക്. ഐ വിഷ് ഐ ഡിഡിൻ ഹാവ് ടു വർക്ക്. ഈ ജോലികളെല്ലാം കൂടെ ചെയ്യേണ്ടിയിരുന്നില്ലെങ്കിൽ, ഇതെല്ലാം കൂടെ ഞാൻ ചെയ്യേണ്ടതല്ലെങ്കിൽ എന്ന് ഐ വിഷ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു ഐ വിഷ്. സോ വിഷ് പ്ലസ് പാസ്റ്റ് ടെൻസ്, വിഷ് പ്ലസ് പാസ്റ്റ് ഓഫ് ദ വേർബ്. ഓക്കെ, ഇങ്ങനെ, അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ, അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന സംതിങ് റിഗ്രറ്റ് ഫീലിംഗ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിഷ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. Hope you got the idea clearly. See you again in the next video. Till then, bye bye. Take care.